ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെമ്മീൻ വറുത്തരച്ച കറിയും അതേപോലെ തന്നെ മീൻ പൊരിച്ചതാണ് കേട്ടോ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ലഞ്ച്. ഇന്നല്ല, ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇടാനായിട്ട് ഒത്തിരി വൈകിപ്പോയിട്ട്, അപ്പോൾ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വറുക്കാനുള്ള മീനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വറുക്കാനുള്ള മീൻ നമുക്ക് ഫസ്റ്റ് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അതിൽ പിടിക്കും. കറി പകുതി വേവാകുമ്പോഴേക്കും നമുക്കപ്പോഴേക്കും മീൻ പൊരിക്കാൻ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ മീൻ മസാല പുരട്ടാനായിട്ട് മുളക് പൊടി എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഉപ്പ് പൊടി, പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനീഗർ. ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ മീൻ പൊരിക്കാറ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ പൊരിക്കുമ്പോൾ. ഇനി അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിക്കും. അപ്പോൾ നമുക്കിതേ കറി വെക്കാനായിട്ടുള്ള പരിപാടികളിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കണം ഫസ്റ്റ്. അപ്പോൾ ഇതേ തേങ്ങ വറുക്കാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ കൈവിടാതെ കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ ഞാൻ ഫിഷ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവ ആവുമ്പോൾ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ വഴറ്റാനായിട്ട് പോവാണ് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ. അപ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉലുവയും പൊട്ടിച്ചിട്ട് അതിലോട്ട് സവാള, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കായം ഇട്ട് വഴറ്റാണ്. ഞാൻ ഫസ്റ്റ് കായ വേവിക്കുകയാണ് ചെയ്യാറ്. ഇതൊരു ജസ്റ്റ് പരീക്ഷണം, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി, പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ മറ്റേ മുളക് പൊടി വറുത്തയിലിട്ടതുകൊണ്ട് ഇനി എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടു. എന്നിട്ട് കുടംപുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ അരപ്പ് എന്ത് ചെയ്യണം, വഴന്ന് വന്ന ആ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി. വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യായിരുന്നു കേസ്. ഇപ്പം എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് മാറി മാറി പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മോനും മക്കൾക്കും തീരെ വയ്യായിരുന്നു. പിന്നെ എനിക്ക് പനി വന്നു ചെറുതായിട്ട്. അങ്ങനെ മാറി മാറി പനി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഇവിടെ ഒരു സൈഡിൽ കിടന്ന് മൊരിയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ചെമ്മീൻ ഇടുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ആ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കറിയൊക്കെ ഒന്ന് വെറ്റി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി മൂപ്പിച്ചിടണം ലാസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ച് ഒരു തുണ്ട് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അതിലോട്ട് ഇടാം. താളിക്കുമ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരെ നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുക. ഇത്രയുള്ള പരിപാടി. നല്ല അടിപൊളി കറിയും മീൻ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ എന്തായാലും പറയണം കേട്ടോ. ഓക്കെ, ബൈ.